പ്രഗ്നൻസി വെയിറ്റ് ചെയ്യുന്ന മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പീരീഡ് മിസ്സാവുന്നതിന് മുൻപ് തന്നെ പ്രഗ്നൻസി പോസിറ്റീവ് ആണോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നിങ്ങൾക്ക് റെഗുലർ സൈക്കിളുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ, അതായത് 30 ഡേയ്സ് സൈക്കിൾ ലെങ്ത് ഉള്ള ഒരു സ്ത്രീയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 16ാമത്തെ ദിവസം ഓവുലേഷൻ നടന്നാൽ ഏകദേശം ഒരു 6 അല്ലെങ്കിൽ ഒരു 7 ദിവസത്തിന് ശേഷം, അതായത് 23ാമത്തെ ദിവസം മുതൽ ബ്ലഡിൽ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് കാണിക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് 28 ഡേയ്സ് സൈക്കിൾ ആണ് എന്നുണ്ടെങ്കിൽ, 14ാമത്തെ ദിവസമാണ് നിങ്ങളുടെ ഓവുലേഷൻ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ, 21 അല്ലെങ്കിൽ ഒരു 22ാമത്തെ ദിവസം മുതൽ ബ്ലഡിൽ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് കാണിക്കാം. ഇനി യൂറിൻ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ പീരീഡ് മിസ്സാവുന്നതിന്റെ ഒരു 6 to 5 ഡേയ്സ് മുൻപാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഏകദേശം ഒരു 10 to 20% ആളുകൾക്ക് യൂറിൻ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് പോസിറ്റീവ് ആവാറുണ്ട്. എന്നാൽ ചിലർക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രഗ്നന്റ് ആണ് എന്നുണ്ടെങ്കിലും ചിലപ്പോൾ പോസിറ്റീവ് കാണിക്കണമെന്നില്ല, നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ലഭിക്കുന്നത്. കാരണം ഈ ഒരു സമയത്ത് ഏർലി സ്റ്റേജിൽ ബീറ്റ HCG ഹോർമോൺ യൂറിനിൽ കുറവാകാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ലഭിച്ചേക്കാം. അപ്പോൾ പീരീഡ് മിസ്സാവുന്നതിന്റെ ഒരു 1 to 2 ഡേയ്സ് മുൻപാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പീരീഡ് മിസ്സായിട്ടുള്ള അന്നാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 90% ആളുകൾക്കും പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് കാണിക്കുകയും ചെയ്യുന്നതാണ്. എപ്പോഴും ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ലഭിക്കുന്നതിന് പീരീഡ് മിസ്സായി 1 വീക്ക് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്.